ഈ ഒരു 5 റൂള് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവുന്നുണ്ടാകും. അതെന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിറ്റി റൂൾ. ഐഡൻറ്റിറ്റി റൂൾ എന്ന് വെച്ചാൽ നമ്മൾ ആരാണ് എന്നാണ് നമ്മൾ സ്വയം വിചാരിക്കുന്നത്, ആ ഒരു ലെവലിൽ മാത്രമേ നമ്മൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. സോ നമ്മൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയുക. അതായത് നമ്മളിപ്പം നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നത് എനിക്ക് ഇത്രേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള ആളാണെന്ന് സ്വയം വിചാരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഒരു ലെവലിൽ മാത്രമേ വളരാൻ കഴിയുള്ളൂ. നിങ്ങളൊരു മില്യണർ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾ സ്വയം വിശ്വസിക്കണം നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് ഏത് ലെവൽ വരെയാണ് എത്താൻ പറ്റുന്നതെന്ന്. പല ആൾക്കാരും പറയും എനിക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നില്ല. മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സോ ഐഡൻറ്റിറ്റി റൂൾ എന്ന് പറയുന്നത് നീ ആരാണ് എന്ന് നീ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഈസ് എനർജി ഗെയിൻ റൂൾ. എനർജി ഗെയിൻ റൂൾ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ കുറച്ച് ആൾക്കാർ നമുക്ക് ഒരുപാട് എനർജി തരും, പക്ഷേ കൂടുതൽ ആൾക്കാരും നമ്മളുടെ എനർജി കൊണ്ടുപോകും. അല്ലേ, നിങ്ങൾക്കറിയാമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സോ സെക്കൻഡ്, അങ്ങനെ ഒരു റൂള് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പാലിക്കണം. ആരെയും ഒരു പരിധി കടന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് സ്വയം പണി വാങ്ങിച്ചു വെക്കരുത്. ഓക്കെ. തേർഡ് വൺ ഈസ് സ്പോട്ട് ലൈറ്റ് റൂൾ. നീ എന്തിനു സ്പോട്ട് ലൈറ്റ് ചെയ്യുന്നോ അതാണ് നിനക്ക് കിട്ടണത്. ഓക്കെ. നിങ്ങൾ ലാഭത്തിലാണ്, ഓക്കെ എനിക്ക് ലാഭം വരുന്നു എന്നാണ് സ്വയം ചിന്തിക്കുന്നതെങ്കിൽ ലാഭം വരും. നഷ്ടത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് നഷ്ടം വരും. നിങ്ങൾ ബ്യൂട്ടിയിലാണ് കോൺസെൻട്രേറ്റ് നിങ്ങൾക്ക് ബ്യൂട്ടി കൂടുന്നുണ്ടാകും. നിങ്ങളല്ല എൻ്റെ മുടി കൊഴിയുന്നു എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ എന്തിലാണോ സ്പോട്ട് ലൈറ്റ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നടക്കുന്നത്. സോ ഓൾവേസ് കെയർഫുൾ. നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്, നമ്മുടെ തോട്ട് എന്താണ്, നമ്മൾ എന്തിനെ കുറിച്ചാണ് തിങ്ക് ചെയ്യുന്നത്, നമ്മുടെ വൈബ്രേഷൻ എന്താണെന്നെല്ലാം നമ്മൾ സ്വയം അറിഞ്ഞിരിക്കണം. ഫോർത്ത് വൺ ഈസ് അപ്ഗ്രേഡ് റൂൾ. അപ്ഗ്രേഡ് റൂൾ എന്ന് വെച്ചാൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ പഴയ രീതിയിൽ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അതിലൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ വായിക്കണം, നമ്മൾ പഠിക്കണം, നമ്മൾ പുതിയ കാര്യങ്ങളിൽ അറിവ് നേടണം. എങ്കിൽ മാത്രമേ അപ്ഗ്രേഡ് ആകാൻ കഴിയുള്ളൂ. അപ്ഗ്രേഡ് ആയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് സക്സസ്സിലേക്ക് മാറ്റം വരുള്ളൂ. നമ്മളിപ്പം ഒരു ധനികനാകണം എന്നുണ്ട് എങ്കിൽ ഒരു ധനികന്റെ മെന്റാലിറ്റി നമുക്ക് വരണം. നമ്മളൊരു സാധാരണക്കാരനെ പോലെയാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. പറ്റാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് അതിലേക്ക് ആകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ശരിക്കും പറഞ്ഞാൽ സക്സസ് എന്ന് പറയുന്നത് സക്സസ് ഈസ് ഈക്വൽ ടു ന്യൂ ഇൻപുട്ട് പ്ലസ് കൺസിസ്റ്റന്റ് ആക്ഷൻ ആണ്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സക്സസ് വരും. അപ്പോൾ നമ്മൾ ന്യൂ ഇൻപുട്ട് കൊടുക്കണം. സെയിം കാര്യം തന്നെയാണ് നമ്മൾ പണ്ട് മുതലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സെയിം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ലൈഫ് ലോങ് ഈ സെയിം തന്നെ ചെയ്യുള്ളൂ, അത് സെയിം റിസൾട്ട് തന്നെ വരുള്ളൂ. അതിലൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓക്കെ. ലാസ്റ്റ് വൺ ഈസ് കമ്മിറ്റ്മെന്റ് റൂൾ. കമ്മിറ്റ്മെന്റ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ എന്ന് കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നു, എന്ന് നമ്മുടെ കംഫോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമ്മൾ കൂടെ കമ്മിറ്റ്മെന്റ് ആവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മൾക്ക് പല ആൾക്കാരും വിജയിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഒട്ടും കമ്മിറ്റഡ് അല്ല. അത് ആഗ്രഹം മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി ഒന്നുമേ ഒരു ആക്ഷനും എടുക്കത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ലൈഫിൽ നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ അത് കമ്മിറ്റ് ചെയ്യുക, അത് സക്സസ് ആക്കുക എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് റൂൾ ക്രിയേറ്റ് ചെയ്യണം. റൂൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സക്സസ് ആകാൻ കഴിയും. നമ്മളെല്ലാവരും ആരെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ. നിങ്ങൾക്ക് ആരും വന്ന് സഹായിക്കാനൊന്നും പോകുന്നില്ല. എല്ലാം സഹായിക്കുകയാണെങ്കിൽ അതിനെല്ലാം ഒരു പരിധിയുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളെന്നുള്ള കാര്യം മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുക. ഈ റൂൾസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പാലിച്ചു നോക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഈ 5 റൂൾസിൽ ഏത് റൂളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക.